രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ആകെ ആശയക്കുഴപ്പത്തിലാണ്. രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകളാണ് നടന്നത്. രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയാൽ ഉടൻ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കാനായിരുന്നു ധാരണ. എന്നാൽ കോടതി ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറഞ്ഞില്ല. നാളെയും വാദം തുടരും. അന്തിമ തീരുമാനമുണ്ടായ ശേഷം രാഹുലിനെതിരെയുള്ള നടപടി മതി എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ നിലപാട്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ കോടതിയുടെ തീരുമാനമുണ്ടായ ശേഷം കൂടുതൽ ചർച്ചകളും നടപടിയും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും വ്യക്തമാക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ബോധ്യങ്ങളിൽ നിന്നാണ് തീരുമാനമെടുത്തത്. പരാതി പോലില്ലാതെ ബോധ്യങ്ങളിൽ നടപടിയെടുത്തല്ലോ. അന്ന് വന്നപ്പോ തന്നെ പുതിയ കാര്യം വന്നു. പുതിയ കാര്യം വരുമ്പോ പാർട്ടി ആലോചിച്ച് നടപടിയെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയെ തൊടാൻ സമ്മതിക്കില്ല. കോൺഗ്രസ് പാർട്ടിക്ക് കോടതിയും പോലീസും ഇല്ല. കോൺഗ്രസ് പാർട്ടി നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ്. അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ്. ഓരോ സാഹചര്യവും അതിൻ്റെതായ അർത്ഥത്തിൽ ഞങ്ങൾ പരിഗണിക്കുകയും കണക്കിലെടുക്കുകയും ചെയ്യും. അത് അതിൻ്റെ ഉചിതമായ സമയത്ത് ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളും. രാഹുലിനെ തള്ളണോ കൊള്ളണമോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾക്ക് മുന്നിലേക്ക് K. മുരളീധരൻ നല്ല ക്ലാരിറ്റിയുള്ള ഒരു നിലപാട് വയ്ക്കുന്നുണ്ട്. സസ്പെൻഷൻ എന്നുള്ളത് തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിനൊരു സ്കോപ്പില്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായി ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. പൊക്കിൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി വ്യക്തിപരമായുള്ള അടുപ്പവും ബന്ധവും ഒന്നും പാർട്ടി തീരുമാനത്തെ സ്വാധീനിക്കില്ല എന്നും പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കുമെന്നും ഷാഫി പറമ്പിലും പറയുന്നു. പാർട്ടി തീരുമാനം പാർട്ടിയെ അറിയിക്കും. ഇപ്പം ലീഗലി കാര്യങ്ങൾ നടക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്തിട്ട് ഉചിതമായ സമയത്ത് പാർട്ടി പ്രസിഡന്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും. എൻ്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എൻ്റെയും കൂടിയാണല്ലോ. ഞങ്ങളെല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണല്ലോ. എൻ്റെ അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. രാഹുലിനെതിരെ അതിശക്തമായ നടപടി വേണമെന്ന നിലപാട് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനെ പിന്തുണച്ച് സംസാരിച്ചിരുന്ന അടൂർ പ്രകാശിന് ഇന്ന് പക്ഷേ അതിന് സാധിക്കുന്നില്ല. അപ്പൊ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കാര്യങ്ങൾ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ. പുറത്തു വരുമ്പോൾ അതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഇതൊരു വ്യക്തിയുടെ കാര്യമാണ്. ഇത് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു. രാഹുൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്തു പോകുക മാത്രമല്ല, MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് KK രമ ആവശ്യപ്പെടുന്നു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളായ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനുമെല്ലാം സമാനമായ നിലപാടുകാർ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതി ഉയർന്ന സമയത്തു തന്നെ പാർട്ടി രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. അന്ന് പക്ഷേ പാർട്ടിക്ക് മുന്നിലോ പോലീസിന് മുന്നിലോ രേഖാമൂലം ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതല്ല സ്ഥിതി. പാർട്ടിക്ക് മുന്നിലും പോലീസിന് മുന്നിലും പരാതിയുണ്ട്. പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയുമാണ്. രാഹുൽ ഒളിവിലും. അതിനാൽ തന്നെ ശക്തമായൊരു നടപടി സ്വീകരിക്കേണ്ട സമ്മർദ്ദം പാർട്ടിക്ക് മേലുണ്ട്. കോടതി വിധി വന്ന ശേഷം അന്തിമ തീരുമാനമുണ്ടാകും. അമൽ തേനമർവിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.